ആകാശഭൂമികളിലുള്ള എല്ലാ മറഞ്ഞ കാര്യവും അറിയുന്നവൻ, ആകാശഭൂമികളിൽ ആരും മാത്രമേ ഉള്ളൂ അതറിയുന്നവൻ? അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോ ഗൈബ് രണ്ട് വിധമുണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് ഒറിജിനൽ ഗൈബ്, മറ്റൊന്ന് കമ്പാരിറ്റീവ്, മറ്റൊന്നിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കറിയാത്തത് മൂപ്പരിക്കറിയാം. അപ്പൊ എനിക്ക് അറിയണൊരു കാര്യം, എനിക്ക് ഗൈബായ ഒരു കാര്യം ഇദ്ദേഹത്തിന് അത് ഗൈബാവൂല, എനിക്കത് അറിയണ്ടാവും. ഒരു മെഡിക്കൽ പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർക്ക് അറിയണ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അത് എനിക്കത് ഗൈബാണ് എന്ന് വിചാരിച്ചാൽ അതാണോ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഗൈബ് എന്ന് പറയുന്നത്? അല്ല, ആർക്കും അറിയാത്തതാണ്. അത് ലോകത്തൊരു സൃഷ്ടിക്കും അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിന്റെ താക്കോലുകൾ അവന്റെ പക്കലാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിന്റെ ഒരു 4-5 കാര്യങ്ങൾ അല്ലാഹു തആല മഫാത്തിഹുൽ ഗൈബ് അൽ ഖംസാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ലുഖ്മാനിൽ എന്നാണെന്റെ ഓർമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അല്ലാഹുവിന്റെ അടുക്കലാണ് അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അറിവ് റബ്ബിന്റെ അടുക്കലാണ്. കണ്ടോ, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു, ഗൈബിന്റെ താക്കോലുകൾ അവന്റെ അടുക്കലാണ്, അവനല്ലാതെ ഒരാളും അത് അറിയുകയില്ല. സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്തിലാണ് അതുള്ളതെങ്കിൽ സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരം അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. മഹാനായ ലോകം കണ്ട ഏറ്റവും വലിയ ആലിമാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന്റെ ഹദീസ്, ജിബ്രീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അള്ളാന്റെ റസൂലിനോട്, അല്ലേ? പ്രസിദ്ധമായ ഹദീസ് നമ്മൾ കേട്ടിട്ടില്ലേ? അതിലൊരു ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചത് എന്താണ്? മത്തസ്സാഅ എന്നാണ്, എപ്പോഴാ അന്ത്യനാള്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദ്യകർത്താവിനേക്കാൾ ഒട്ടും ചോദിക്കപ്പെട്ട വ്യക്തിക്ക് വിവരമില്ല. അതിനെ പറ്റി അറിഞ്ഞൂടാ, നിങ്ങൾക്ക് എന്താണോ അറിയാതെ എനിക്കും അറിയില്ല. കണ്ടോ, അതിലൂടെ എന്താ അറിഞ്ഞ? നമ്മളെ രണ്ടാളി എൽമ് ആ വിഷയത്തിൽ സമാണ്. ആർക്കും ഇത് അറിയൂല, ഇതാർക്കും അറിയൂല എപ്പോഴാ അന്ത്യനാൾ സംഭവിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കണക്കൂട്ടും, എന്ത് ഇതാ ലോകം അവസാനിക്കാൻ പോണു, ഇതാ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത് ലോകം ആകെ തകർന്നു പോകും, ആകെ പ്രശ്നമാകാൻ പോകുകയാണ്, ഇനി കുറഞ്ഞ കാലേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ലോകം ഉദിക്കും. പണ്ഡിതന്മാര് പറയുന്നു, അത്തരത്തിലുള്ള ദജ്ജാലുകളുടെ ഏതെങ്കിലും വാർത്തകൾ വായിച്ചിട്ട് അത് വിശ്വസിക്കണ്ട. വിശ്വസിക്കുന്നത് പോയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് നിന്റെ മനസ്സിൽ വന്നു പോയാൽ പോലും കാഫിറായി. ഏയ് അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കോ? നമ്മൾ ചോദിക്കണ്ടേ, ഈസ് ഇറ്റ് ട്രൂ? ആ ചോദ്യം വരെ കുഫ്രിയത്തിന്റെ ചോദ്യമാണ്, ചോദിക്കാൻ പാടില്ല. ഏതൊരുത്തനെ എവിടെ എന്ത് തലകുത്തി മറിഞ്ഞാലും പച്ചക്കളവാണ്, ആർക്കും അറിഞ്ഞൂടാ. എന്നാ അന്ത്യനാൾ സംഭവിക്കും? ഒരു കാര്യം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വെള്ളിയാഴ്ച ആയിരിക്കും. അതിൽ യാതൊരു ഡൗട്ടുമില്ല, ഒരു വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുക. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും സുബൈക്ക് നമ്മളതാ മരണവും പരലോകവും ആഖിറൊക്കെ ഓർമ്മിക്കുന്ന 2 സൂറത്തുകളാണ് സുബൈക്ക് ഓതേണ്ടത്. നമ്മളെ ഇമാമികൾ ആരും ഓതില്ല എന്നുള്ള വേറെ വിഷയം, അവിടെ നമുക്ക് കേൾക്കാനും പറ്റില്ല. ഒന്ന് സൂറത്ത് സജദ, മറ്റൊന്ന് ദഹർ. രണ്ടിലും ആഖിറവും പരലോകവും എല്ലാം അതിൽ പറയാം. ഒരു വെള്ളിയാഴ്ച, ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും മനുഷ്യരല്ലാത്ത സർവ്വ ജീവജാലങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നാണോ സംഭവിക്കുക? ഇന്നാണോ അന്ത്യനാൾ സംഭവിക്കാൻ? ഓരോ വെള്ളി വരുമ്പോഴും ലോകത്തുള്ള ജീവജാലങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്നാണ്. നമ്മൾ വെള്ളിയാഴ്ച ആയ കൂർക്കം വെച്ച് കടന്നുറങ്ങും. നല്ല ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ നമ്മൾ കടന്നുറങ്ങും. ഇപ്പൊ നമ്മൾ ഉറങ്ങണില്ല, ഡ്യൂട്ടി ഉണ്ട്, വേറെ ഒന്നും ഉണ്ടല്ല, ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഉറങ്ങായിയാണ്. വാസ്തവത്തിൽ നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം, വെള്ളിയാഴ്ച ദിവസമാണ് സജീവാകേണ്ടത്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും സജീവമാണ്. പറഞ്ഞാൽ എൻ്റെ വിഷയം മാറിപ്പോകുള്ളൂ, സൂചന നൽകുകയാണ്. ഒരു വെള്ളിയാഴ്ച നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അത് തന്നെ പ്രത്യേകം അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയ്ക്കുള്ള ആഖിർ സമയം. എല്ലാവരും അശ്രദ്ധരാകുന്ന സമയമാണ്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് നേരാണ്, കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. 40 അഭിപ്രായമുണ്ട് ആ വെള്ളിയാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെക്കുറിച്ച്. 40 അഭിപ്രായത്തിൽ നിന്ന് 2 മാറ്റിക്കുറുക്കി പണ്ഡിതന്മാർ പറഞ്ഞത് 2. ഒന്ന് ബഅദൽ അസ്ർ ഇലാ ഗുറൂബി ശംസ്, മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ അസറിന്റെ ശേഷം ഒന്ന്. മറ്റൊന്ന് ഖതീബ് മിമ്പറിൽ കയറിയിട്ട് നിസ്കരിച്ച് സലാം വീട്ടി കഴിയോളം. ആ ഖുതുബ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ ദുആകൾ അപ്പം നമ്മൾ പറയണം ആമീന്. നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ എപ്പോഴാണെന്നും പറയാൻ പറ്റില്ല, കുറഞ്ഞ നേരേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നേരം പറഞ്ഞപ്പോൾ കയ്യിൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, യുഖല്ലിലുഹാ,
കുറഞ്ഞ നേരെ ഉള്ളുട്ടോ, ശരിക്കും മുതലെടുത്തോളിന്ന്. വെള്ളിയാഴ്ച ദിവസം ആണും പെണ്ണൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ഗാഫിലീങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അത്രയും മഹത്വവും പുണ്യമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ഗൈബ് അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്കും അതറിയൂല. അപ്പൊ അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്. പിന്നെ സൂറത്ത് അതിൽ തന്നെ പറഞ്ഞത് എന്താണ്? വയുനസ്സിലുൽ ഗൈസ്, മഴ വർഷിക്കുന്നവൻ അവനാണ്. കണ്ടോ, അതിനെ കുറിച്ചുള്ള അറിവ്. അല്ല, ഞങ്ങളെ ശാസ്ത്രമൊക്കെ പ്രവചിക്കുന്നുണ്ടല്ലോ. എന്താ നമ്മൾ പ്രവചിക്കല്? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എവിടെക്കെങ്കിലും വല്ല യാത്ര പോകാനോ ഫംഗ്ഷനൊക്കെ വെക്കുവാരെങ്കിൽ അപ്പം യെല്ലോ അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറയും. അത് പറഞ്ഞിട്ടാ കഴിച്ചിലായി എന്നുള്ള അവസ്ഥയിൽ. അപ്പം അന്നൊന്നും ഉണ്ടാവില്ല. അലർട്ട് പറയണമെന്ന് ഒരു സംഗതി ഉണ്ടാവില്ല. അത് ആർക്കാ കണക്കാക്കാൻ പറ്റുക? വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളതിനെ കുറിച്ചുള്ള എല്ലാ അറിവും അവന് മാത്രമാണ്. അപ്പൊ യുക്തിവാദികൾ പറഞ്ഞു, ഖുർആൻ പൊട്ടി ദേ കണ്ടെത്തി ഞങ്ങളിപ്പതാ ഭ്രൂണം സിക്താണ്ഡമായി അവിടെ ആയിക്കഴിഞ്ഞത് മുതൽ ഞങ്ങളിപ്പോൾ ശാസ്ത്രലോകം ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. പെണ്ണാണോ ആണാണോ എന്നൊക്കെ ഇപ്പം ഞങ്ങൾ മനസ്സിലാവും. പൊട്ടപ്പോയത്താണ്. അതിൻ്റെ ഓരോ വളർച്ചകളുടെ ഓരോ ഘട്ടങ്ങളും ഇന്ന് കണക്കാക്കാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിൽ ആ ഭ്രൂണത്തിന് എന്ത് സംഭവിക്കും പറയാൻ പറ്റിയിട്ടില്ല, പറ്റൂല, അറിയൂല. വയഅലമു മാ ഫിൽ അർഹാം. കണ്ടോ 3. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ ഓരോരുത്തരും എന്ത് സമ്പാദിക്കും എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. നാളെ എനിക്ക് എന്താ ഉണ്ടാവുക പറയാൻ പറ്റൂല, ഒരാൾക്കും പറയാൻ പറ്റൂല. 5. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഒരാത്മാവിനും ഒരു ദേഹത്തിനും അറിഞ്ഞുകൂടാ ഏതു മണ്ണിലാണ് അവൻ മരിച്ചു വീഴുന്നതെന്ന് ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു നിർണയിച്ചൊരു പ്രദേശമുണ്ട് നമ്മളൊക്കെ മരിക്കാൻ, അവിടെ കണ്ട് എത്തിക്കും. വീസ എടുത്തു കൊണ്ടുവരണോ, വീസ എടുത്തു കൊണ്ടുവരും. ടിക്കറ്റ് എടുത്തു കൊണ്ടുവരണോ, ടിക്കറ്റ് എടുത്തു കൊണ്ടുവരും. ലീവിന് പോയവനെ ഇങ്ങോട്ട് എത്തിക്കണോ, ഇങ്ങോട്ട് എത്തിക്കും. എല്ലാം വേണ്ട, UAE ഒക്കെ ഒഴിവാക്കി ഇനി നാട്ടിൽ കൂടുകയാണെന്ന് തീരുമാനിച്ചു. പക്ഷെ എവിടെയാണോ ഖബറും മരണവും തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഒന്നുകിൽ മക്കൾ കൊണ്ടുവരും, അല്ലെങ്കിൽ സ്വയം വിസിറ്റിന് കയറിപ്പോരും. അതാണ് ലോകം. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ, അല്ലാഹുവാണ് അതിസൂക്ഷ്മമായി എല്ലാം അറിഞ്ഞു പറഞ്ഞു തരുന്നവൻ. സൂറത്തുൽ ലുഖ്മാൻ.